അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഈ പറയുന്ന ടാലൻ്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഹിസ്റ്ററിയിലെ ആദ്യ ചാപ്റ്ററായിട്ടുള്ള മെഡിവൽ വേൾഡിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അതിൽ നമ്മൾ അറേബ്യ എന്ന് പറയുന്ന എംപയറിനെ കുറിച്ച്, അറേബ്യ എന്ന് പറയുന്ന സാമ്രാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഈ അറേബ്യ എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ പ്രധാനമായിട്ടും എത്ര തരത്തിലുള്ള ഡൈനാസ്റ്റികളാണ് അല്ലെങ്കിൽ രാജവംശങ്ങളാണ് ഭരണം നടത്തിയത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഏത് ഡൈനാസ്റ്റിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിരുന്നു? ഒന്നാമത്തെ, അതായത് ആദ്യം നമ്മൾ പ്രധാനമായിട്ട് അവിടെ ഖലീഫമാർ ഭരിച്ചിരുന്നു എന്നും ഉമവിയമാർ ഭരിച്ചിരുന്നു എന്നും അതുപോലെ തന്നെ അബ്ബാസിയൻ ഭരണം ഭരിച്ചിരുന്നു എന്നും നമ്മൾ 3 പേരെ പഠിച്ചു കഴിഞ്ഞു. അതിൽ ആദ്യത്തെ ഖലീഫമാരെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ അവർ ഏഷ്യ മൈനർ മുതൽ വിശാലമായ പ്രദേശങ്ങൾ, അവരുടെ അറേബ്യൻ സീ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അവരുടെ കീഴിലായിരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് പറയുന്നത്, അടുത്ത ഈ പറയുന്ന ഖലീഫമാര് ഭരിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ഭരണം ആരംഭിച്ചതെന്ന് പറയുന്നത് ഉമയ്യദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് കാണും. പക്ഷെ നിങ്ങളത് പഠിച്ചു വയ്ക്കേണ്ടത് ഉമവിയ ഡൈനാസ്റ്റി എന്നാണ് കേട്ടോ. ഉമവിയ രാജവംശമാണ് അടുത്തതായിട്ട് എവിടെ ഭരിച്ചതെന്ന് പറയുന്നത് ഈ പറയുന്ന അറേബ്യയിൽ ഭരണം നടത്തിയെന്ന് പറയുന്നത്. അപ്പൊ അറേബ്യയിൽ ആർക്ക് ശേഷം, ഖലീഫമാർക്ക് ശേഷം ഭരണം നടത്തിയത് ഉമവിയ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ ഉമവിയ രാജവംശത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഭരണം നടത്തിയെന്ന് പറയുന്നത്, അറേബ്യയിൽ ഭരണം നടത്തിയെന്ന് പറയുന്നത്. എന്താണ് ഇവരുടെ ഭരണത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒന്നാമതായി പറഞ്ഞു കൊടുക്കേണ്ടത് രാജ്യത്ത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. എന്താണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ? നിങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ട്. കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്ന ഒരു ഡൈനാസ്റ്റിയാണ് ഏതെന്ന് പറയുന്നത് ഉമവിയ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉമവിയ രാജവംശമാണ് ഈ അറേബ്യ എന്ന സാമ്രാജ്യത്തിലേക്ക് എന്ത് കൊണ്ടുവരുന്നത്? കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയാം. ഇനി അവർ 2 തരത്തിലുള്ള കോയിൻസ് അറിയാം, നാണയങ്ങളാണ്. 2 തരത്തിലുള്ള കോയിൻസ് ഈ പറയുന്ന ഉമവിയ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യുകയുണ്ടായി? അറേബ്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 പ്രധാനപ്പെട്ട നാണയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഗോൾഡ് കോയിൻ ആയിട്ടുള്ള ദിനാറും മറ്റൊന്ന് സിൽവർ കോയിൻ ആയിട്ടുള്ള ദിർഹവുമാണ് എന്ത് ചെയ്തതെന്ന് പറയുന്നത് ഉമവിയ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആൾക്കാർ ഈ പറയുന്ന അറേബ്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 തരത്തിലുള്ള എന്ന് പറയുന്ന നാണയങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കി വയ്ക്കേണ്ടത്, ഖലീഫമാർക്ക് ശേഷം അറേബ്യയിൽ ഭരണം നടത്തിയ പുതിയ രാജവംശം ഒരു ഡൈനാസ്റ്റിയാണ് ഏതെന്ന് പറയുന്നത് ഉമവിയ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. പാഠപുസ്തകത്തിൽ ചിലപ്പോൾ ഉമയ്യദ് എന്ന് ഇംഗ്ലീഷ് ടെക്സ്റ്റുകളിൽ കൊടുത്തിരിക്കുക, അത് നിങ്ങൾ ഉമവിയ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അവരാണ് എന്ത് ചെയ്ത് ഭരണം നടത്തിയെന്ന് പറയുന്നത്. ഇവരുടെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്ത് എന്ത് കൊണ്ടുവന്നു? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. എന്താണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് അറിയാം. കേന്ദ്രീകൃത ഭരണം രാജ്യത്തേക്ക് കൊണ്ടുവന്നവരാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഉമവിയ ഡൈനാസ്റ്റിയിൽപ്പെട്ട ആൾക്കാർ. രണ്ടാമതായി അവർ ചെയ്തത് ഗോൾഡ് കോയിൻ ആയിട്ടുള്ള ദിനാറും അതുപോലെ തന്നെ സിൽവർ കോയിൻ ആയിട്ടുള്ള, ഗോൾഡ് കോയിൻ അറിയാം, സ്വർണ്ണ നാണയം. അപ്പൊ അവർ കൊണ്ടുവന്ന സ്വർണ്ണ നാണയമാണ് ദിനാറ്, അതുപോലെ തന്നെ വെള്ളി നാണയമാണ് എന്ന് പറയുന്നത് ദിർഹം എന്ന് പറയുന്നത്. ഈ 2 നാണയങ്ങൾ അവരെവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി? അറേബ്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ഇനി ഇവര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡമാസ്കസ് ആയിരുന്നു. ഇവരുടെ ഓരോ ഖലീഫമാര് ഭരിച്ചിരുന്നപ്പോൾ ഉള്ള ക്യാപിറ്റൽ അല്ല ആരുടെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഉമവിയ ഡൈനാസ്റ്റി ഭരിക്കാനായിട്ട് വരുന്ന സമയത്ത് അത് മാറിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവര് ഭരിച്ച സമയത്ത് ഇവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതായി മാറി? ഡമാസ്കസ്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ തലസ്ഥാനം ഏതോന്നായിട്ട് മാറി? ഈ പറയുന്ന ഡമാസ്കസ് ആയിട്ട് മാറി. ഇവരുടെ ഭരണത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഡമാസ്കസ് ആയിട്ട് മാറി. അപ്പോ ഖലീഫമാർക്ക് ശേഷം അറേബ്യയിൽ ഭരണം നടത്തിയ വിഭാഗമാണ് ആരെന്ന് പറയുന്നത് ഉമവിയ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉമവിയ രാജവംശം എന്ന് പറയുന്നത്. അവർ രാജ്യത്തേക്ക് എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം. എന്ത് കൊണ്ടുവന്നു? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കുക. 2 തരത്തിലുള്ള നാണയങ്ങൾ അവരവിടെ എന്ത് ചെയ്യുകയുണ്ടായി? ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ നാണയം എന്ന് പറയുന്നത് ഗോൾഡ് കോയിൻ ആണ്, സ്വർണ്ണ നാണയമാണ്. അതിനെ വിളിച്ച പേര് ദിനാർ എന്നാണ്. രണ്ടാമതായിട്ട് അവർ സിൽവർ കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സിൽവർ കോയിൻ ഏതാണ്? ദിർഹമാണ്. ഇനി ഇവരുടെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം? ഡമാസ്കസ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ 2 രാജവംശങ്ങൾ തീർന്നു കഴിഞ്ഞു. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഖലീഫമാര് ഭരിച്ചുകൊണ്ടിരുന്നത്, രണ്ടാമത്തേത് ഉമവിയ രാജവംശം ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്.
ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അബ്ബാസിയൻ രാജവംശത്തെ കുറിച്ചാണ്. അബ്ബാസിയൻ ഡൈനാസ്റ്റിയെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ഈ അബ്ബാസിയ ഭരിക്കാനായിട്ട് ആരംഭിച്ച സമയത്ത് ഈ പറയുന്ന അറേബ്യ ആര് ഭരിക്കാനായിട്ട് ആരംഭിച്ചപ്പോ ഈ പറയുന്ന അബ്ബാസിയൻ ഭരണാധികാരികൾ ഭരിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ രാജവംശം അധികാരത്തിലേക്ക് എത്തിയപ്പോൾ ഈ പറയുന്ന ദമാസ്കസ് മാറി ക്യാപിറ്റൽ എന്തോന്നായിട്ട് മാറി? ബാഗ്ദാദ് ആയിട്ട് മാറി. അപ്പൊ ബാഗ്ദാദ് ആണ് ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ആരുടെ? അബ്ബാസിയൻ ഭരണത്തിന്റെ തലസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് ബാഗ്ദാദ് ആണ്. ഇവിടത്തെ പ്രശസ്തനായിട്ടുള്ള, ഇവിടെ ഒരു വേർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ബിനോവലന്റ് എന്ന് പറഞ്ഞൊരു വേർഡ്. എന്ന് വെച്ചാൽ പ്രജാക്ഷേമ തൽപരരായിട്ടുള്ള വ്യക്തികൾ, എന്ന് വെച്ചാൽ രാജ്യത്തെ ജനങ്ങളോടാണ് തനിക്ക് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന രാജാവാണ് ബിനോവലന്റ് റൂളർ എന്ന് പറയുന്നത്. ആ ബിനോവലന്റ് റൂളർ ആണ് എന്ന് വെച്ചാൽ പ്രജാക്ഷേമ തൽപരൻ, അവിടെയുള്ള സ്വന്തം രാജ്യത്തുള്ള പ്രജകളുടെ ക്ഷേമമാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്ന അങ്ങനെ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ചക്രവർത്തി, ഒരു എംപറർ എവിടെ ഉണ്ടായിരുന്നു? ഈ പറയുന്ന അബ്ബാസിയൻ ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹാറൂൺ അൽ റഷീദ് എന്നായിരുന്നു. എന്തായിരുന്നു? ഹാറൂൺ അൽ റഷീദ്. ഇതൊക്കെ നോട്ട് ചെയ്ത് പോകണം. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനൊപ്പത്തിൽ ഇതൊക്കെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് പോകണം. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അബ്ബാസിയൻ ഭരണകാലഘട്ടത്തിലെ ബിനോമിനന്റ് ആയിട്ടുള്ള റൂളർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം? ഹാറൂൺ അൽ റഷീദ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇവരുടെ കാലഘട്ടത്തിൽ ദമാസ്കസ് മാറി എവിടെ ക്യാപിറ്റലായിട്ട്, ഏത് തലസ്ഥാനമായിട്ട് മാറി? ബാഗ്ദാദ് ആയിട്ട് മാറി. എന്താണ് ഈ പറയുന്ന ഇവരുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഹാറൂൺ അൽ റഷീദിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെയാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ടത്. ഈ ഡൈനാസ്റ്റിയിൽ ഇദ്ദേഹത്തെ കുറിച്ചായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഹാറൂൺ അൽ റഷീദിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇയാൾ ബിനോമിനന്റ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു എന്നതിലുപരി അയാൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് അയാൾ എങ്ങനെയുള്ള റൂളറായി മാറിയത്? പ്രജാക്ഷേമ തൽപരനായിട്ട് മാറിയത്. അതായത് ധാരാളം വെൽഫെയർ മെഷേഴ്സ് തന്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹാറൂൺ അൽ റഷീദ് എന്ന് പറയുന്നത്. ധാരാളം ക്ഷേമ പദ്ധതികൾ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹാറൂൺ അൽ റഷീദ്. ക്ഷേമ പദ്ധതികൾ, വെൽഫെയർ മെഷേഴ്സ് എവിടേക്ക് കൊണ്ടുവന്നു? ഈ പറയുന്ന അറേബ്യയിലേക്ക് കൊണ്ടുവന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വെൽഫെയർ മെഷേഴ്സിന്റെ ഫലമായിട്ട് അറേബ്യയിൽ ആദ്യമായി ഫസ്റ്റ് ടൈമില് ധാരാളം ഹോസ്പിറ്റൽസ്, ആശുപത്രികൾ ആര് സ്ഥാപിക്കുകയുണ്ടായി? ഹാറൂൺ അൽ റഷീദ് സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ എന്ത് ചെയ്യുകയുണ്ടായി? ധാരാളം ഹോസ്പിറ്റൽസ് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഈ പറയുന്ന അറേബ്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിന്റെ ഭാഗമായിട്ട്? വെൽഫെയർ മെഷേഴ്സിന്റെ ഭാഗമായിട്ട്, ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് ഹാറൂൺ അൽ റഷീദ് ധാരാളം ആശുപത്രികൾ എവിടെ സ്ഥാപിച്ചു? ഈ പറയുന്ന അറേബ്യയിൽ സ്ഥാപിച്ചു. ഇനി അയാളുടെ ഭരണത്തിന്റെ മറ്റു പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ, നീതിന്യായ ഭരണത്തെയാണ് ഏത് പേര് വിളിക്കുന്നത്? നമുക്കിവിടെ ഒരു ജുഡീഷ്യറി ഉണ്ട്, നമ്മുടെ രാജ്യത്ത് ഒരു ജുഡീഷ്യറി ഉണ്ട്, എന്ന് വെച്ചാൽ കോടതികളുണ്ട്. പണ്ട് കാലത്ത് ആ കോടതികൾ എന്ന് പറയുന്ന ആര് തന്നെയായിരുന്നു? എംപറർ തന്നെയായിരുന്നു, ചക്രവർത്തി തന്നെയായിരുന്നു, അല്ലെങ്കിൽ കിങ് ആയിരുന്നു ഒരു രാജ്യത്തിന്റെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ പവർ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. അപ്പൊ ഈ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഹാറൂൺ അൽ റഷീദിന്റെ കാലഘട്ടത്തിൽ സ്വന്തം രാജ്യത്ത് എന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഈ പറയുന്ന ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാം തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം, അതായത് ഇസ്ലാം മതവിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രത്യേകത. രണ്ട്, അവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിരുന്നു, കർക്കശമായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കർശനമായിരുന്നു എന്നെടുക്കാം. അപ്പൊ എങ്ങനെയുള്ളതായിരുന്നു? ഒന്ന്, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇസ്ലാം മത വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ളത്. രണ്ടാമത്തേന്ന് പറയുന്നത് അവിടുത്തെ നിയമം എന്ന് പറയുന്നത് കർക്കശമായിരുന്നു, വളരെയധികം കട്ടി കൂടിയതായിരുന്നു. ആയതിനാൽ ഈ രാജ്യത്ത് യാതൊരു വിധത്തിലുമുള്ള എന്തുണ്ടാകത്തില്ല? അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകത്തില്ല. ഇതായിരുന്നു ആരുടെ? ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാറൂൺ അൽ റഷീദിന്റെ. പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന ഇയാളുടെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാമിനും ലോ സ്ട്രിക്റ്റുമായതിനാൽ ആ രാജ്യത്ത് എപ്പോഴും ഏത് ടൈമിലും ആൾക്കാർക്ക് എവിടെയും എന്ത് ചെയ്യാമായിരുന്നു? ട്രാവൽ ചെയ്യാമായിരുന്നു, സഞ്ചരിക്കാമായിരുന്നു. അതിനൊരു വലിയ സ്വാതന്ത്ര്യം ആര് നൽകിയിരുന്നു? ഹാറൂൺ അൽ റഷീദ്. അതിന്റെ കാരണം ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനാണ്. ഇനി പഠിച്ചു വയ്ക്കേണ്ടതിൽ ഒരു കാര്യം കൂടിയാണ്, ഹോളി റോമൻ എംപയറുമായിട്ട് ഒരു കണക്ഷൻ, ഒരു ബന്ധമുണ്ടാക്കിയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹാറൂൺ അൽ റഷീദ് എന്ന് പറയുന്നത്. ആരുമായിട്ട്? ഹോളി റോമൻ എംപയറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹാറൂൺ അൽ റഷീദ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ ആയപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ഡൈനാസ്റ്റി കൂടി ആയപ്പോൾ ഏത് എംപയർ തീർന്നു കഴിഞ്ഞു? അറേബ്യൻ എംപയർ തീർന്നു കഴിഞ്ഞു. അതായത് ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ ഖലീഫമാര്, അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ പഠിച്ച എന്തോന്ന് ഉമവിയ ഡൈനാസ്റ്റി പെട്ടവരും അതുപോലെ തന്നെ അബ്ബാസിയൻ ഡൈനാസ്റ്റി പെട്ടവരും. അപ്പോൾ ഈ കാര്യങ്ങൾ എഴുതി വെച്ച് കാണും, അതെല്ലാം നന്നായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ശരി, അപ്പോൾ നമ്മൾ അടുത്ത എംപയറിലേക്ക് കടക്കാണ്. അത് ആലോചിച്ച് നോക്കിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം നോക്കാം. അപ്പൊ നോക്കിക്കോളൂ, ഓട്ടോമാൻ എംപയറിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓട്ടോമാൻ എംപയർ എന്ന് വെച്ചാൽ ഓട്ടോമാൻ സാമ്രാജ്യത്തെ കുറിച്ച്, പുതിയൊരു സാമ്രാജ്യത്തെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് എംപയറിനെ കുറിച്ച് പഠിച്ചു വരികയാണ്. അതുപോലെ അടുത്ത് നമ്മൾ ഒരു എംപയറിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത് ഓട്ടോമാൻ എംപയറിനെ കുറിച്ചാണ്. എന്താണ് ഓട്ടോമാൻ സാമ്രാജ്യം എന്നതിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ പഠിച്ചു വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് എന്തോന്നുണ്ട്, ഈ പറയുന്ന എംപയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളുണ്ട്. ഈസ്റ്റേൺ റോമൻ എംപയർ തുടങ്ങി നമ്മൾ ഹോളി റോമൻ എംപയർ പഠിച്ചു. അത് കഴിഞ്ഞ് അറേബ്യൻ എംപയർ വരെ എത്തി നോക്കിയാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഓട്ടോമാൻ എംപയർ, എന്താണ് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയാം. അതായത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, 1453 അതായത് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി ലീഡറായിട്ടുള്ള മുഹമ്മദ് സെക്കൻഡിന്റെ നേതൃത്വത്തിൽ, അപ്പൊ ശ്രദ്ധിക്കുക, 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി ലീഡറായിട്ടുള്ള ആരുടെ, തുർക്കി നേതാവായിട്ടുള്ള മുഹമ്മദ് രണ്ടാമന്റെ നേതൃത്വത്തിൽ ആര്, ഈ പറയുന്ന ഓട്ടോമാൻ സാമ്രാജ്യത്തിൽപ്പെട്ടവർ കീഴടക്കുന്നു. തുർക്കി ലീഡറായിട്ടുള്ള ആര്, മുഹമ്മദ് സെക്കൻഡ്. അതോടുകൂടിയാണ് ഓട്ടോമാൻ എംപയർ എന്ത് ചെയ്യുന്നത്, സ്ട്രെങ്തനായി മാറുന്നത്, എന്ന് വെച്ചാൽ ശക്തമായി തീരുന്നത്. അപ്പോ ഓട്ടോമാൻ സാമ്രാജ്യം ശക്തിപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. 1453 തുർക്കി നേതാവായിട്ടുള്ള മുഹമ്മദ് രണ്ടാമൻ എന്ത് കീഴടക്കുന്നതോടുകൂടി, കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നതോടു കൂടിയാണ് എന്ത് ശക്തമായി തീരുന്നത്, ഓട്ടോമാൻ എംപയർ സ്ട്രെങ്തനായിട്ട് മാറുന്നത്. ഇനി ശ്രദ്ധിക്കുക, എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ പ്രധാനമായിട്ടും ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കണം. ഇവിടെ ഏറ്റവും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കണം. ആ ഭരണാധികാരി ഉണ്ടായെങ്കിൽ മാത്രമേ ആ രാജ്യം എന്ത് നേടത്തുള്ളൂ, അഭിവൃദ്ധി നേടത്തുള്ളൂ. ഇവിടെയും അങ്ങനെ ഒരു ഭരണാധികാരി, ഇവിടെ ഒരു വേർഡ് എഴുതിയിട്ടുണ്ട്, ടെക്സ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് കാണും, സെനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് മറ്റൊന്നുമല്ല, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന പ്രഭാവത്തിൽ എത്തി നിൽക്കുന്ന കാലഘട്ടമാണ് ഈ സെനിറ്റ് എന്ന് പറയുന്ന പീരീഡ് എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട, ഇത് ആരുടെ കാലഘട്ടത്തിലാണ് ഓട്ടോമാൻ എംപയർ ഇത്രമാത്രം പ്രഭാവത്തിൽ എത്തിയത്, അല്ലെങ്കിൽ ഏറ്റവും അത്യുന്നതമായ നിലയിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുലൈമാൻ എന്നറിയപ്പെട്ട ഭരണാധികാരിയുടെ, അഡ്മിനിസ്ട്രേറ്ററുടെ കാലഘട്ടത്തിലാണ്. ഈ സുലൈമാന് മറ്റൊരു പേര് കൂടി ഉണ്ട്, അൽ ഖാനുനി എന്നാണ്. എന്താണ് അൽ ഖാനുനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദ ലോ ഗീവർ എന്നാണ്. എന്ന് വെച്ചാൽ നിയമദാതാവ് എന്നാണ് ഇതിന്റെ അർത്ഥം. നിയമങ്ങൾ ദാനമായി നൽകുന്ന വ്യക്തി, അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി എന്നാണ് ആരെ അറിയപ്പെട്ടിരുന്നത്, സുലൈമാൻ എന്നറിയപ്പെട്ട അൽ ഖാനുനി അറിയപ്പെട്ടിരുന്നത്. ദ ലോ ഗീവർ, നിയമദാതാവ് എന്നാണ് ആരെ അറിയപ്പെട്ടിരുന്നത്, സുലൈമാൻ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുക, 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി നേതാവായിട്ടുള്ള ആര്, മുഹമ്മദ് രണ്ടാമൻ കീഴടക്കുന്നതോട് കൂടിയാണ് ഈ പറയുന്ന ഓട്ടോമാൻ എംപയർ സ്ട്രെങ്തനായി തീരുന്നത്, അല്ലെങ്കിൽ ശക്തമായി മാറുന്നത്. ആരുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഓട്ടോമാൻ എംപയർ ശക്തമായി തീർന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രഭാവത്തിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ അത് സുലൈമാന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തെ മറ്റൊരു പേരിൽ കൂടി വിളിക്കുന്നു അൽ ഖാനുനി. അൽ ഖാനുനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലോ ഗീവർ, നിയമം ദാതാവ്, നിയമത്തെ ദാനം ചെയ്യുന്ന വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് എടുക്കേണ്ടത്. ഇനി ഇയാളുടെ പ്രത്യേകത, ഈ പറയുന്ന സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകതകളാണ്. ഒന്നാമതായി പഠിച്ചു വെക്കണം, ഓട്ടോമാൻ ലോസിന്, അതായത് ഓട്ടോമാൻ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും കോഡിഫൈ ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഒരു പുതിയ നിയമം ഉണ്ടാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, സുലൈമാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദ ലോ ഗീവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഓട്ടോമാൻ ലാസിനെ കോഡിഫൈ ചെയ്തുകൊണ്ട് പുതിയൊരു ലോ സിസ്റ്റം ഉണ്ടാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, സുലൈമാൻ എന്ന് പറയുന്നത്. ആ സുലൈമാൻ അതുകൊണ്ടാണ് ഏത് പേര് വിളിക്കുന്നത്, അൽ ഖാനുനി എന്ന പേര് വിളിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണം, ഈ കാലഘട്ടത്തിൽ യൂറോപ്പിലെ പല റീജിയൻസും, എന്ന് വെച്ചാൽ യൂറോപ്പിലെ പല പ്രദേശങ്ങളും ആരുടെ കീഴിലായി തീർന്നു, ഓട്ടോമാൻ എംപയറിന്റെ കീഴിലായി തീർന്നു.
ഓക്കെ, അപ്പൊ ഈ കാലഘട്ടത്തിൽ യൂറോപ്പിലെ പല റീജിയൻസും ആരുടെ കീഴിലായിട്ട് മാറി? ഓട്ടോമാൻ എംപയറുടെ കീഴിലായിട്ട് മാറി. ഇതിൽ നിന്നും ഈ പറയുന്ന യൂറോപ്യൻകാർ തിരിച്ചറിഞ്ഞ ഒരു വലിയ വസ്തുതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവരുടെ ഏഷ്യയുടെ മിലിറ്ററി സ്ട്രെങ്ത്, സൈനിക ശക്തി എത്രമാത്രമാണ് എന്ന് തിരിച്ചറിയുന്നത് ഏത് സാമ്രാജ്യത്തിലൂടെയാണ്? യൂറോപ്പ്, ഓട്ടോമാൻ സാമ്രാജ്യത്തിലൂടെ. അതുവരെ യൂറോപ്യൻകാർ വിചാരിച്ചു വെച്ചിരുന്നത് യൂറോപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, തങ്ങളെ തോൽപ്പിക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല എന്നൊരു ചിന്താഗതി ആർക്കുണ്ടായിരുന്നു? യൂറോപ്യൻ റീജിയൻസിനുണ്ടായിരുന്നു. പക്ഷെ അത് ഏതിലൂടെ ഇല്ലാതായി? ഓട്ടോമാൻ എംപയറിലൂടെ ഇല്ലാതായി. കാരണം ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പല യൂറോപ്പിന്റെ പല റീജിയൻസും ആരുടെ അണ്ടറിലാക്കി മാറ്റി? ഓട്ടോമാന്റെ കീഴിലാക്കി മാറ്റി. അതാണ് ഇവരുടെ മിലിറ്ററി സ്ട്രെങ്ത്, ഏഷ്യയുടെ മിലിറ്ററി സ്ട്രെങ്ത് ആര് തിരിച്ചറിയാനുള്ള കാരണം? യൂറോപ്യൻകാർ തിരിച്ചറിയാനുള്ള കാരണം. ഏതൊരു സാമ്രാജ്യത്തിനെയും തകർച്ച എന്നതുപോലെ തന്നെ ഇവിടെയും ഡിസ്ട്രോയിഡ് ഉണ്ടായി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാറോട് കൂടിയാണ്. ഒന്നാം ലോക യുദ്ധത്തോടു കൂടി ഏതും തകർന്നു? ഓട്ടോമാൻ എംപയറും തകർന്നു. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് എന്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്? ഓട്ടോമാൻ സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോ ഒന്നേ നോയിക്കോളൂ, 1453 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി ലീഡറായിട്ടുള്ള അല്ലെങ്കിൽ തുർക്കി നേതാവായിട്ടുള്ള ആര്? മുഹമ്മദ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ മുഹമ്മദ് രണ്ടാമൻ കീഴടക്കുന്നു. അതോടുകൂടി ഓട്ടോമാൻ എംപയർ എങ്ങനെയായി തീരുന്നു? സ്ട്രെങ്തൻ ആയി തീരുന്നു, ശക്തമായി തീരുന്നു. ഇനി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെനറ്റ് ആയിട്ടുള്ള ഒരു ആരെന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആരായിരുന്നു? സുലൈമാനായിരുന്നു. സുലൈമാന്റെ മറ്റൊരു അതർണയമാണ് എന്ന് പറയുന്നത് അൽ ഖാനുനി എന്ന് പറയുന്നത്. അൽ ഖാനുനി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ലോ ഗീവർ, നിയമദാതാവ് എന്നാണ്. ഇനി ശ്രദ്ധിക്കണം, ഓട്ടോമാൻ ലാസിനെ കോഡിഫൈ ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ ഓട്ടോമാൻ നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമത്തെ ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ സുലൈമാൻ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, ഈ കാലഘട്ടത്തിൽ യൂറോപ്പിന്റെ പല പ്രദേശങ്ങളും, യൂറോപ്യൻ റീജിയൻസ് പലതും ആരുടെ അണ്ടറിലായിട്ട് മാറി? ഓട്ടോമാൻ എംപയറുടെ കീഴിലായിട്ട് മാറി. ഇനി ഈ കാലഘട്ടത്തിലാണ് ഏഷ്യയുടെ മിലിറ്ററി സ്ട്രെങ്ത് എത്രമാത്രമാണ് എന്ന് ആര് തിരിച്ചറിയുന്നത്? യൂറോപ്പ് തിരിച്ചറിയുന്നത് ത്രൂ ഓട്ടോമാൻ എംപയർ. ആരിലൂടെ? ഓട്ടോമാൻ എംപയറിലൂടെ. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഏത് സാമ്രാജ്യവും തകർന്നു? ഈ പറയുന്ന ഓട്ടോമാൻ എംപയറും തകർന്നു. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളും കൂടെ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പുതിയൊരു സാമ്രാജ്യത്തെ കുറിച്ചാണ്, മംഗോൾ എംപയറിനെ കുറിച്ച്, അതായത് മംഗോളിയൻ സാമ്രാജ്യത്തെ കുറിച്ച്. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ അറേബ്യൻ എംപയറിലെ 2 ഡൈനാസ്റ്റികളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞു? ഓട്ടോമാൻ എംപയറിനെ കുറിച്ച് പറഞ്ഞു. ഇനി കുറച്ചുകൂടെ ഈ ഓട്ടോമാൻ എംപയറിനേക്കാൾ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? മംഗോളിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. മംഗോൾ എംപയർ അഥവാ മംഗോളിയൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഓട്ടോമാൻ സാമ്രാജ്യത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എന്തോന്നാണ്? വലിപ്പമുള്ളതാണ്. ശ്രദ്ധിക്കുക, ആദ്യം ഈ പറയുന്ന മംഗോളിയ എന്ന് പറയുന്ന പ്രദേശം എവിടെ നിലനിന്നിരുന്നു എന്ന് ആദ്യം പഠിച്ചു വയ്ക്കണം. അതായത് സെൻട്രൽ ഏഷ്യയിൽ, അതായത് മധ്യ ഏഷ്യയില് റഷ്യയുടെയും ചൈനയുടെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്തിരുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? മംഗോളിയ എന്ന് പറയുന്നത്. അപ്പോ മധ്യ ഏഷ്യയില്, സെൻട്രൽ ഏഷ്യയില് റഷ്യയുടെയും ചൈനയുടെയും മിഡിൽ പോർഷനിലായിട്ട് നിലനിന്നിരുന്ന സാമ്രാജ്യമാണ് എന്ന് പറയുന്നത് മംഗോളിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മംഗോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രത്യേകത എന്താണ്? ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. അവിടുത്തെ ജിയോഗ്രഫിക്കൽ ഫീച്ചർ എന്ന് ചോദിച്ചാൽ വാസ്റ്റ് മിഡോസ്, ഡെസേർട്സ് ആൻഡ് മൗണ്ടെയ്ൻസ്, അതായത് വിശാലമായ പുൽമേടുകളാലും മരുഭൂമികളാലും പർവ്വതങ്ങളാലും നിറഞ്ഞ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? മംഗോളിയ എന്ന് പറയുന്നത്. അപ്പൊ മംഗോളിയ എങ്ങനെയുള്ള പ്രദേശമാണ്? വാസ്റ്റ് മീഡോസ്, ഡെസേർട്സ് ആൻഡ് മൗണ്ടെയ്ൻസ്, അതായത് ഏതൊക്കെ ഉൾപ്പെടുന്നോടെ? വിശാലമായിട്ടുള്ള പുൽമേടുകളുണ്ട്, അതുപോലെ തന്നെ എന്തോന്നുണ്ട്? മരുഭൂമികളുണ്ട്, അതുപോലെ തന്നെ പർവ്വതങ്ങളുണ്ട്. ഇതാണ് അവിടുത്തെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ആ റീജിയൻ എവിടെയാണെന്ന് വെച്ചാൽ സെൻട്രൽ ഏഷ്യയില് റഷ്യയുടെയും ചൈനയുടെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മംഗോളിയ. 2, ആ ജിയോഗ്രഫിക്കൽ ഫീച്ചർ എന്താണ്? അവിടുത്തെ പ്രത്യേകത വാസ്റ്റ് മീഡോസ്, ഡെസേർട്സ് ആൻഡ് മൗണ്ടെയ്ൻസ്, അതായത് വിശാലമായ പുൽമേടുകളുണ്ട്, മരുഭൂമിയുണ്ട്, പർവ്വതങ്ങളുണ്ട്. ഇനി അടുത്ത പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്
എന്താണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്നുള്ളതാണ്. മംഗോളിയയിലെ ക്ലൈമറ്റ് സിറ്റുവേഷൻ എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. നോക്കിക്കോളൂ, സിവിയർലി ഹോട്ട് ഇൻ സമ്മർ, അതായത് വേനൽക്കാലത്ത് അതികഠിനമായ ചൂട്. വേനൽക്കാലത്ത് ചൂടായിരിക്കും. ഇവിടെ എങ്ങനെയുള്ള ചൂട്? അതികഠിനമായ ചൂടായിരിക്കും. അടുത്തത് എക്സ്ട്രീംലി കോൾഡ് ഇൻ വിന്റർ സീസൺ, അതായത് ഈ പറയുന്ന മഞ്ഞുകാലത്ത് അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് അതികഠിനമായ തണുപ്പും അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? മംഗോളിയ എന്ന് പറയുന്നത്. ഇതാണ് മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത. ഒന്നാമതായിട്ട് സിവിയർലി ഹോട്ട് ഇൻ സമ്മർ സീസൺ, വേനൽക്കാലത്ത് വളരെ വലിയ ചൂട് അനുഭവപ്പെടുന്നു, വളരെ വലിയ ചൂട്. അടുത്ത വിന്റർ സീസണിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എക്സ്ട്രീംലി കോൾഡ്, എന്നുവെച്ചാൽ വളരെ വലിയ തണുപ്പായിരിക്കും എവിടെ അനുഭവപ്പെടുന്നത് പറയുന്നത്? ഈ പറയുന്ന മംഗോളിയ എന്ന് പറയുന്ന പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മനസ്സിലാക്കി വയ്ക്കണം. ഇത് മംഗോളിയ എന്ന് പറയുന്ന ഒരു പ്രദേശം നമ്മുടെ മനസ്സിലേക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുമ്പോൾ ഒരു പിക്ചർ ഓടി വരണം. ഓക്കെ, എങ്ങനെയൊക്കെ? സെൻട്രൽ ഏഷ്യയില് റഷ്യക്കും ചൈനയ്ക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. മധ്യ ഏഷ്യയില് റഷ്യക്കും ചൈനയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്തിരുന്നു. രണ്ട്, അവിടുത്തെ എന്തൊക്കെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ഭൂപ്രകൃതി, ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, വിശാലമായ പുൽമേടുകൾ, മരുഭൂമികൾ, പർവ്വതങ്ങൾ, വാസ്റ്റ് മീഡോസ്, ഡെസേർട്സ് ആൻഡ് മൗണ്ടെയിൻസ്. അടുത്ത പറയുന്നു അവിടുത്തെ ക്ലൈമറ്റ് സിറ്റുവേഷൻ എങ്ങനെയുള്ളതാണ്. സിവിയർലി ഹോട്ട് ഇൻ സമ്മർ, വളരെ കടുത്ത ചൂടായിരിക്കും ഏത് കാലഘട്ടത്തിൽ? വേനൽ കാലഘട്ടത്തിൽ. എക്സ്ട്രീംലി കോൾഡ് ഇൻ വിന്റർ സീസൺ, അതായത് ഏത് കാലഘട്ടത്തിൽ? തണുപ്പ് കാലഘട്ടത്തിൽ അതികഠിനമായിട്ടുള്ള തണുപ്പും ഇവിടെ എന്ത് ചെയ്യുന്നു? അനുഭവപ്പെടുന്നു. ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇപ്പൊ നമുക്ക് എന്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞു? ഈ പറയുന്ന മംഗോളിയ എന്ന് പറയുന്ന സാമ്രാജ്യത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞു. ഇത് ആദ്യമേ മംഗോളിയ എന്ന് പറയുന്ന ഒരു എംപയർ ഇല്ല. ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കണം ഈ എംപയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത്. അതിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. നോക്കിക്കോളൂ, നൊമാഡ്സ് ഇൻ ടെൻസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടോ? അതായത് നാടോടികളെ പോലെ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നവരാണ് ആരെന്ന് പറയുന്നത്? മംഗോളിയൻ പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ മംഗോളിയൻ ജനത എങ്ങനെ താമസിച്ചിരുന്നു? ടെന്റുകൾ, കൂടാരങ്ങളില് നാടോടികളെ പോലെ. നാടോടികളുടെ പ്രത്യേകത എന്താണ് നിങ്ങൾക്ക് അറിയാം. ഒരു സ്ഥലത്ത് സ്ഥിരമായി ഒരിക്കലും അവർ അധിവസിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ മംഗോളിയൻ എംപയറിന്റെ കീഴിലുണ്ടായിരുന്ന ജനത മുഴുവൻ ടെന്റുകളില്, ഈ കൂടാരങ്ങളിൽ ഇങ്ങനെ എന്ത് ചെയ്തിരുന്നു? കഴിഞ്ഞിരുന്നു. ഇനി കൂടാതെ വിവിധ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ഇവർ, ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ട ഇവർ റോമൻ ഹോഴ്സസ്, അതായത് ആരുടെ ചുറ്റും? കുതിരപ്പുറത്ത് ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്നിരുന്നു. ഒരു സ്ഥലത്ത് ഫിക്സഡ് ആയിട്ട് നിലയുറപ്പിക്കാതെ അവരെന്ത് ചെയ്തിരുന്നു? ഇങ്ങനെ കുതിരയുടെ പുറത്ത് ഇങ്ങനെ നിരന്തരമായി ചുറ്റി നടന്നിരുന്നു. അത് ആരുടെ പ്രത്യേകതയാണ്? ഈ പറയുന്ന മംഗോളിയൻ എംപയറിലെ പീപ്പിൾസിന്റെ പ്രത്യേകതയായിരുന്നു ആദ്യം, മംഗോളിയൻ എംപയർ ഉണ്ടാകുന്നതിന് മുമ്പ്. അപ്പൊ ഈ വിവിധ ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ട ഇവര് കുതിരപ്പുറത്ത് ഇങ്ങനെ എന്ത് ചെയ്തിരുന്നു? ചുറ്റി നടന്നിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ചുറ്റി നടന്ന, കുതിരപ്പുറത്ത് ചുറ്റി നടന്ന ഇവരെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു എംപയർ ഉണ്ടാക്കിയെടുക്കുന്ന വ്യക്തിയാണ് ഇവിടെ പ്രാധാന്യത്തിൽ പഠിച്ചു വെക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പേരാണ് ചെങ്കിസ് ഖാൻ. എന്തെന്ന് പഠിച്ചു വെക്കണം? ചെങ്കിസ് ഖാൻ എന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ചെങ്കിസ് ഖാൻ ആണ് എന്ത് ചെയ്തെന്ന് പറയുന്നത്? കുതിരപ്പുറത്ത് ചുറ്റി നടന്ന ഈ മംഗോളിയൻ ജനതയെ ഒന്നിപ്പിച്ചുകൊണ്ട് എന്തുണ്ടാക്കിയെടുക്കുന്നത്? ഒരു എംപയർ ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന ചെങ്കിസ് ഖാൻ ആണ്. ഇയാൾ അവരെല്ലാം യൂണിഫൈഡ് ചെയ്തുകൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തുണ്ടാക്കിയെടുക്കുന്നു? മംഗോളിയ എന്ന് പറയുന്ന ഒരു എംപയർ ഉണ്ടാക്കിയെടുക്കുന്നു. ആര്? ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി. ഇതിലേക്ക് എത്തിച്ചേർന്ന കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാ? നാടോടികളെ പോലെ കൂടാരങ്ങളിൽ താമസിച്ചിരുന്ന, ടെന്റുകൾ കെട്ടി താമസിച്ചിരുന്ന ഇവര് ഹോഴ്സസിന്റെ പുറത്ത് എന്ത് ചെയ്തിരുന്നു? ഇങ്ങനെ നടന്നിരുന്നു. ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ നടന്നിരുന്നു. ഈ വിവിധ ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ട ഇവരെ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? യൂണിഫൈ ചെയ്യുന്നു, ഒരുമിപ്പിക്കുന്നു, ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നു. ഇയാൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇയാൾ സ്ഥാപിച്ച മംഗോളിയ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ കേന്ദ്രം, സെന്റർ ഏതാണ്? ക്യാപിറ്റൽ ഏതാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. അത് ഇങ്ങനെ പഠിച്ചു വെക്കണം. സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള, ഒനോൺ എന്ന് പറയുന്നത് ഒരു റിവർ ആണ്, ഒരു നദിയാണ് കേട്ടോ, അത് മറന്നു പോകരുത്. ഒനോൺ എന്ന് പറയുന്ന റിവർ, ആ ഒനോൺ നദീതീരത്ത്
കാരക്കോറമായിരുന്നു ആരുടേത്? ഈ പറയുന്ന ചെങ്കിസ് ഖാന്റെ തലസ്ഥാനം. ഈ കാരക്കോറം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരിയൊക്കെ വരും, പക്ഷെ നോക്കിയിട്ട് കാര്യമില്ല. കാരക്കോറം എന്ന് പറയുന്നത് എന്തോന്നാണ്? സൈബീരിയയിലെ ഒരു സ്ഥലമാണ്. സൈബീരിയയിലെ ഒനോൺ നദീ തീരത്തുള്ള, ഒനോൺ എന്ന് പറയുന്ന നദിയുടെ തീരത്തുള്ള പ്രദേശമായിട്ടുള്ള കാരക്കോറമാണ് ആരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്? ഈ പറയുന്ന മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെ കുതിരപ്പുറത്ത് ചുറ്റി നടന്ന ഇവരെ എന്ത് ചെയ്തു? ചെങ്കിസ് ഖാൻ യൂണിഫൈ ചെയ്ത് മംഗോളിയൻ എംപയർ എന്ന് പറയുന്ന ഒരു എംപയർ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ മംഗോളിയൻ എംപയറിന്റെ ക്യാപിറ്റൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം, സൈബീരിയയിലെ ഒനോൺ റിവറിന്റെ, അതായത് ഒനോൺ നദീതീരത്തുള്ള കാരക്കോറമാണ് ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതുവരെ മനസ്സിലായോ? ഇനി നോക്കിക്കോളൂ, എന്താണ് ചെങ്കിസ് ഖാൻ? നമ്മൾ എല്ലാ സ്ഥലത്തും പഠിച്ചതുപോലെ തന്നെ അവിടുത്തെ റൂളറുടെ പ്രത്യേകതകളാണ്. ഒന്ന്, ഒരു വെൽ എക്യുപ്പേഡ് ആയിട്ടുള്ള ഒരു ആർമി ആർക്കുണ്ടായിരുന്നു? ഈ പറയുന്ന ചെങ്കിസ് ഖാൻ എന്ന് വെച്ചാൽ ഒരു ക്യാവലറി ഉണ്ടായിരുന്നു. ഒരു മികച്ച വെൽ എക്യുപ്പേഡ് ആയ ക്യാവലറി എന്ന് വെച്ചാൽ എന്താ? കുതിരപ്പട ആർക്കുണ്ടായിരുന്നു? ഈ പറയുന്ന ചെങ്കിസ് ഖാൻ ഉണ്ടായിരുന്നു. ചെങ്കിസ് ഖാൻ എന്തുണ്ടായിരുന്നു? ഒരു മികച്ച ക്യാവലറി ഉണ്ടായിരുന്നു, ഒരു മികച്ച കുതിരപ്പട ആർക്കുണ്ടായിരുന്നു? ഈ പറയുന്ന ചെങ്കിസ് ഖാൻ ഉണ്ടായിരുന്നു. ഈ കുതിരപ്പടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ മിലിറ്ററിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്മാൾ കനോൺസ് ആണ്. സ്മാൾ കനോൺസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ചെറിയ പീരങ്കികളാണ്. വലിയ പീരങ്കികളൊക്കെ നിങ്ങൾ യുദ്ധത്തിലൊക്കെ ഒരുപക്ഷെ ഈ സിനിമയിലെങ്കിലും കണ്ടു കാണും. ഇവിടെ എന്തോന്നാണ്? സ്മാൾ കനോൺസ്, ചെറിയ പീരങ്കികൾ, വളരെ ചെറിയ പീരങ്കികളാണ്. ഈ പീരങ്കികൾ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഹോഴ്സ് ബാക്ക്, അതായത് സിറ്റിംഗ് ഓൺ ഹോഴ്സ് ബാക്ക്, അതിന്റെ മുകളിൽ, കുതിരയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന, ഉപയോഗിക്കാൻ കഴിയുന്ന സ്മാൾ കനോൺസ് ആണ് ആർക്കുണ്ടായിരുന്നത്? ചെങ്കിസ് ഖാൻ ഉണ്ടായിരുന്നത്. അതാണ് ചെങ്കിസ് ഖാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുതിരയുടെ മുകളിൽ ഇരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ ആരുടെ? ഈ പറയുന്ന ചെങ്കിസ് ഖാന്റെ മിലിറ്ററിയുടെ ഏറ്റവും വലിയ അട്രാക്ഷനുകളിൽ ഒന്നായിരുന്നു. ഇയാൾക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇയാൾ സ്വന്തം രാജ്യത്ത് ഒരു വെൽ എക്യുപ്പേഡ് ആയിട്ടുള്ള ഒരു എസ്പിനേജ് സിസ്റ്റത്തെ കൂടി നിലനിർത്തിയിരുന്നു. എന്ന് വെച്ചാൽ ചാര സംഘടനയെ കൂടി നിലനിർത്തിയിരുന്നു. എന്തിനെ കൂടി നിലനിർത്തിയിരുന്നു? ചാര സംഘടന. എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് തന്നെ മറ്റുള്ള സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നൊക്കെ വിവരശേഖരണം നടത്തുന്നതിന് വേണ്ടി എന്ത് നിലനിർത്തിയിരുന്നു? ഒരു എസ്പിനേജ് സിസ്റ്റം, ഒരു ചാര സംഘടനയും ആര് നിലനിർത്തിയിരുന്നു? ഈ പറയുന്ന ചെങ്കിസ് ഖാൻ നിലനിർത്തിയിരുന്നു. ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള ഏത് കാരക്കോറമാണ് ഇവരുടെ ക്യാപിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു. ഇയാൾക്ക് വെൽ എക്യുപ്പേഡ് ആയ ഒരു ആർമി ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പ്രത്യേകത ഒരു ക്യാവലറിയാണ്, അത് ഒരു കുതിരപ്പടയാണ്. ആ കുതിരപ്പടയുടെ മറ്റൊരു പ്രത്യേകത, അതിന് മുകളിൽ നിന്ന് കുതിരകളുടെ മുകളിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന എന്തുണ്ട്? ഈ പറയുന്ന സ്മാൾ കനോൺസ്, ചെറിയ പീരങ്കികൾ ഉണ്ടെന്ന് പഠിച്ചു. കൂടാതെ അയാൾക്ക് എങ്ങനെയുള്ള ഒരു വെല്ലായിട്ടുള്ള എന്തോന്നുണ്ട്? ഒരു എസ്പിനേജ് സിസ്റ്റവും ഉണ്ട്, ഒരു ചാര സംഘടനയും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇനി വളരെ കുറച്ച് കാര്യങ്ങളൂടെ ആകുമ്പോൾ ഏത് എംപയർ തീരും? മംഗോളിയൻ എംപയർ തീരും. നോക്കിക്കോളൂ, അതായത് ഡിസ്റ്റൻസ് പ്ലേസ്, അതായത് ദൂരദേശങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കിയെടുക്കുന്നതിന് ചെങ്കിസ് ഖാൻ സ്വന്തം രാജ്യത്ത് ഒരു പോസ്റ്റൽ സിസ്റ്റം ഹോഴ്സസിനെ ഉപയോഗിച്ച് യൂസ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയുണ്ടായി, നടപ്പിലാക്കുകയുണ്ടായി. അപ്പോ ഡിസ്റ്റൻസ് പ്ലേസുമായിട്ട് എന്ത് ചെയ്തിരുന്നതിന്, അതായത് ദൂരെയുള്ള പ്രദേശങ്ങളുമായിട്ട് എന്തുണ്ടാക്കിയെടുക്കുന്നതിന്, ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുന്നതിന് ഒരു പോസ്റ്റൽ സിസ്റ്റം ആരെ ഉപയോഗിച്ച്? ഹോഴ്സസിനെ ഉപയോഗിച്ച് ആര് നടപ്പിലാക്കി? ചെങ്കിസ് ഖാൻ നടപ്പിലാക്കി. ഇതിനെ വിളിച്ച പേര് കൊറിയർ എന്നാണ്. എന്തിനാണ് വിളിച്ചത്? കൊറിയർ. ഈ കൊറിയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ആൻഡ് ഇഫക്റ്റീവ്, സ്പീഡി ആൻഡ് ഇഫക്റ്റീവ്, വളരെ വേഗത്തിലുള്ളതും കാര്യക്ഷമതയുള്ളതുമായ സിസ്റ്റം ആയിരുന്നു ചെങ്കിസ് ഖാൻ കൊണ്ടുവന്ന ഹോഴ്സസിനെ ഉപയോഗിച്ചുള്ള ഈ പോസ്റ്റൽ സിസ്റ്റം എന്നറിയപ്പെടുന്ന കൊറിയർ എന്ന് പറയുന്നത്. അത് എങ്ങനെയുള്ളതായിരുന്നു? സ്പീഡി ആൻഡ് ഇഫക്റ്റീവ്, വളരെ വേഗത്തിലുള്ളതും അതുപോലെ തന്നെ കാര്യക്ഷമവുമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പോസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ആരെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്? ചെങ്കിസ് ഖാനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാമ്രാജ്യമായ മംഗോളിയൻ എംപയറിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ആലോചിച്ചു. അടുത്തയിലേക്ക് കടക്കാണ്. അടുത്ത എംപയർ എന്ന് പറയുന്നത് മാലി എംപയറിനെ കുറിച്ചാണ്, മാലി സാമ്രാജ്യത്തെ കുറിച്ചാണ് അടുത്ത പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. നോക്കിക്കോളൂ, വെസ്റ്റ് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട എന്തായിരുന്നു? ഒരു സാമ്രാജ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫോം ആയിരുന്നു ഏതെന്ന് പറയുന്നത്? മാലി എന്ന് പറയുന്നത്.
അപ്പൊ എവിടെയാണ് നിലനിന്നിരുന്നത് വെച്ചാൽ വെസ്റ്റ് ആഫ്രിക്കയിലായിരുന്നു എന്ത് നിലനിന്നിരുന്നത്, മാലി നിലനിന്നിരുന്നെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ ഭരണാധികാരിയെ കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ചുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കോളൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കങ്കൻ മൂസ എന്നറിയപ്പെട്ട വ്യക്തിയാണ്. കങ്കൻ മൂസ എന്നറിയപ്പെട്ട വ്യക്തി. ഇയാളെ യൂറോപ്യൻ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് യൂറോപ്യൻ രേഖകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയുന്നത് മൻസ മൗസ എന്ന പേരിലാണ്. അപ്പൊ മൻസ മൗസ എന്നറിയപ്പെട്ട കങ്കൻ മൂസയാണ് എവിടെ ഭരിച്ചതെന്ന് പറയുന്നത്, ഈ പറയുന്ന മാലി എംപയർ ഭരിച്ചിരുന്നത്. അപ്പോ മാലി എംപയർ ഭരിച്ച ആരാണെന്ന് ചോദിച്ചാൽ ആരെന്ന് പറഞ്ഞു കൊടുക്കണം, ആ യൂറോപ്യൻ റെക്കോർഡ്സ് പ്രകാരം മൻസ മൗസ എന്നറിയപ്പെട്ട കങ്കൻ മൂസയാണ് എവിടെ ഭരിച്ചതെന്ന് പറയുന്നത്, ഈ പറയുന്ന മാലി എംപയർ ഭരിച്ചതെന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാലിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രഷേഴ്സ് ഓഫ് ഗോൾഡ്, അതായത് ധാരാളം സ്വർണമുണ്ടായിരുന്ന, അതിന്റെ നിധി കുംഭം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്, മാലി എന്ന് പറയുന്നത്. ഇത്രമാത്രം സ്വർണമുണ്ടെങ്കിൽ അന്നായിരുന്നാലും ഇന്നായിരുന്നാലും ആ പ്രദേശത്ത്, അതായത് വെൽത്തി റീജിയൻ ആയിരിക്കില്ലേ ആ പ്രദേശം, ഏറ്റവും സമ്പന്നമായ പ്രദേശമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് മാലി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹ്യൂജ് ട്രഷേഴ്സ് ഓഫ് ഗോൾഡ്, അവിടെ എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന ഗോൾഡിന്റെ ഒരു വലിയ കമനീയ ശേഖരം തന്നെ എവിടെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന മാലിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? അപ്പോ വെസ്റ്റ് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒന്നാണ് എന്ന് പറയുന്നത്, ഒരു അഡ്മിനിസ്ട്രേഷണൽ ഫോം ആണ് എന്ന് പറയുന്നത് മാലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് മാലി. ആ മാലി ഒരു വലിയ സാമ്രാജ്യമായി ഉയർന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട റൂളറാണ്. അദ്ദേഹത്തെ യൂറോപ്യൻ റെക്കോർഡ്സുകളിൽ മൻസ മൗസ എന്നറിയപ്പെട്ടു. അയാൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്, അല്ലെങ്കിൽ അയാൾ എങ്ങനെ വിളിച്ചിരുന്നു, കങ്കൻ മൂസ. ഇയാള് അവിടുത്തെ ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ ആ കാലഘട്ടത്തിൽ ആ പ്രദേശം എന്ന് പറയുന്നത് വളരെയധികം വെൽത്തി ആയിട്ടുള്ള ഒരു നാടായിരുന്നു. വെച്ചാൽ സമ്പന്നമായ പ്രദേശമായിരുന്നു. കാരണം അവിടെ എന്തോന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ഗോൾഡിന്റെ ഒരു നിധി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഗോൾഡ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്, സ്വർണം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്ന മാലി എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട മാലി എംപയറിനെ കുറിച്ച് അടുത്തതായി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട കൾച്ചറൽ കൊമേഴ്സ്യൽ സെന്റർ എവിടെ ഉണ്ടായിരുന്നു, മാലിയിൽ ഉണ്ടായിരുന്നു. കൾച്ചറൽ കൊമേഴ്സ്യൽ സെന്റർ എവിടെ ഉണ്ടായിരുന്നു, മാലിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ പേര് തിംബുക്തു എന്നാണ്. എന്താണ്? തിംബുക്തു. എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. തിംബുക്തു. തിംബുക്തു എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ കൊമേഴ്സ്യൽ സെന്റർ ആണ്. കൾച്ചർ അറിയാം, സാംസ്കാരിക വാണിജ്യ കേന്ദ്രമായിരുന്നു. ആ കാലഘട്ടത്തെ മാലിയിലെ ഒരു പ്രധാന സാംസ്കാരിക വാണിജ്യ കേന്ദ്രമായിരുന്നു ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിംബുക്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കാലഘട്ടത്തിലെ ഒരു സാംസ്കാരിക വാണിജ്യ കേന്ദ്രമായിരുന്നു മാലിയിലെ തിംബുക്തു. ഈ തിംബുക്തുവിലേക്ക് വെനീസ്, ഗ്രാനഡ, ജനോവ എന്നീ രാജ്യങ്ങളിൽ നിന്നും മെർച്ചൻസ്, വ്യാപാരികൾ ഗോൾഡ്, ഐവറി, ഗോൾഡ് അറിയാം സ്വർണമാണ്, ഐവറി അറിയാം ആനക്കൊമ്പാണെന്ന്, ഇതൊക്കെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി അവരെവിടേക്ക് വരുമായിരുന്നു, ഈ പറയുന്ന തിംബുക്തുവിലേക്ക് വരുമായിരുന്നു. ആ തിംബുക്തു എങ്ങനെയുള്ള ഒരു സ്ഥലമാണ്, കൾച്ചറൽ ആൻഡ് കൊമേഴ്സ്യൽ സെന്റർ, സാംസ്കാരികവും വാണിജ്യപരവുമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് എന്ന് പറയുന്നത് തിംബുക്തു എന്ന് പറയുന്നത്. ആ തിംബുക്തുവിലേക്ക് ആരൊക്കെ, ഈ പറയുന്ന വെനീസിൽ നിന്നും, ഗ്രാനഡയിൽ നിന്നും, ജനോവയിൽ നിന്നും മെർച്ചൻസ് എന്തിനായിട്ട്, ഗോൾഡ്, ഐവറി എന്നിവ കച്ചവടം നടത്തുന്നതിന് വേണ്ടി വരുമായിരുന്നു. കൂടാതെ ഈ തിംബുക്തുവിൽ സ്ലേവ് ട്രേഡും ഉണ്ടായിരുന്നു. അടിമ വ്യാപാരം, കച്ചവടം എന്നൊക്കെ എടുക്കുക. ഈ അടിമ കച്ചവടവും എവിടെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന തിംബുക്തുവിൽ ഉണ്ടായിരുന്നു. സ്ലേവ് ട്രേഡ് നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് തിംബുക്തു. ഇനി തിംബുക്തുവിൽ ആ കാലഘട്ടത്തിൽ നോളജിന്റെ പവർ സെന്റർ എന്ന് അറിയപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഒരു സർവകലാശാല ഉണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ളവർ, വേൾഡിന്റെ പല പാർട്ടിൽ നിന്നുള്ള ആൾക്കാർ ഈ യൂണിവേഴ്സിറ്റിയിൽ എന്തിനായിട്ട് വരുമായിരുന്നു, നോളജ് തേടി വരുമായിരുന്നു, അറിവ് തേടി വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുമായിരുന്നു. അതും പ്രത്യേകമായി നോട്ട് ചെയ്ത് വെക്കുക. എവിടെ, അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ ഈ യൂണിവേഴ്സിറ്റിക്ക്. യൂണിവേഴ്സിറ്റി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ പറയുന്ന തിംബുക്തുവിൽ ഒരു നോളജ് സെന്റർ ഉണ്ടായിരുന്നു, അത് ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് വേൾഡിന്റെ പല പാർട്ടിൽ നിന്നുള്ള ആൾക്കാർ എന്തിനായിട്ട് വരുമായിരുന്നു, നോളജ് തേടി, അറിവ് തേടി വരുമായിരുന്നു, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വരുമായിരുന്നു. ഇനി ഇസ്ലാമിക പഠനത്തിന് വേണ്ടി
ആര് തയ്യാറാക്കിയ ഈ കങ്കൻ മൂസ പണി കഴിപ്പിച്ച ഒരു നോളജ് സെന്റർ ഉണ്ട്. അതിന്റെ പേര് ഗ്രേറ്റ് മോസ്ക് എന്നാണ് കേട്ടോ. എന്താണ് ഗ്രേറ്റ് മോസ്ക്? അതിന്റെ മലയാളവും ഗ്രേറ്റ് മോസ്ക് എന്ന് തന്നെയാണ്. ഓക്കെ, ഈ ഗ്രേറ്റ് മോസ്ക് ആണ് എന്തെന്ന് പറയുന്നത് ഇസ്ലാമിക് പഠനത്തിന് വേണ്ടി ആര് സ്ഥാപിച്ച ഈ കങ്കൻ മൂസ പണി. അതും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നോളജ് സെന്ററിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, കണക്കാക്കപ്പെടുന്നു. അപ്പോ കങ്കൻ മൂസ പണി കഴിപ്പിച്ച എന്തെന്ന് പറയുന്ന ഗ്രേറ്റ് മോസ്ക് എന്തിനു വേണ്ടി, ഇസ്ലാമിക് സ്റ്റഡീസിന് വേണ്ടി, ഇസ്ലാമിക പഠനത്തിന് വേണ്ടി തയ്യാറാക്കിയ ഗ്രേറ്റ് മോസ്കും ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട നോളജ് സെന്റർ ആയിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്, മാലി എംപയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട, മാലി സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട. വെസ്റ്റ് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒന്നാണ് എന്ന് പറയുന്നത് മാലി എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരി കങ്കൻ മൂസയാണ്. യൂറോപ്യൻ റെക്കോർഡ്സുകൾ അദ്ദേഹത്തെ മൻസ മൗസ എന്നറിയപ്പെടുന്നു. ഇനി ധാരാളമായി ഗോൾഡിന്റെ ഒരു ട്രഷർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഒരു വെൽത്തി റീജിയൻ ആയിരുന്നു അത്. അവിടുത്തെ കൾച്ചറൽ ആൻഡ് കൊമേഴ്സ്യൽ സെന്റർ ആണ് തിംബുക്തു എന്ന് പറയുന്നത്. ഇവിടേക്ക് വെനീസ്, ഗ്രാനഡ, ജനോവ എന്നിവിടങ്ങളിൽ നിന്നുള്ള മെർച്ചൻസ് ഗോൾഡ്, ഐവറി എന്നിവ കച്ചവടം നടത്തുന്നതിന് വേണ്ടി വരുമായിരുന്നു. ഇവിടെ സ്ലേവ് ട്രേഡ് നിലനിന്നിരുന്നു. ഒരു നോളജ് സെന്റർ ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. കൂടാതെ ഗ്രേറ്റ് മോസ്ക് ആര് പണി കഴിപ്പിച്ച, കങ്കൻ മൂസ പണി കഴിപ്പിച്ച അതൊരു ഇസ്ലാമിക് സ്റ്റഡി സെന്റർ ആയിരുന്നു. അതും ആ കാലഘട്ടത്തിലെ ഈ പറയുന്ന ഇന്ത്യന്റെ ഒരു നോളജ് സെന്ററിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത്രയും കാര്യങ്ങൾ കൂടെ ആലോചിച്ചു.